6 കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് വേണം നിങ്ങൾ പള്ളിപ്പറമ്പിലേക്ക് പോകേണ്ടത്, അസ്റായിലിനെ കാണേണ്ടത്. അല്ലാതെ വെറുതെ പോയി കഴിഞ്ഞാ നിന്റെ കാര്യം വല്ലാത്ത കഷ്ടമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് ഒന്നാമതായി പറയുകയാ, നിങ്ങളെ നല്ലതുപോലെ കേട്ടോ, കളിയും തമാശയുമായിട്ട് നിങ്ങൾ ഈ വിഷയത്തെ കാണരുത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്തായാലും ഒരു ദിവസം നിങ്ങളെ തേടി മരണം വരുമല്ലോ. മരണമുണ്ടെന്ന് പറഞ്ഞത് ആരെന്നറിയുമോ? അല്ലാഹു തന്നെയാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണമുണ്ടെന്ന് പറഞ്ഞത് അല്ലാഹുവാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാണ്, വെറുതെ മരിച്ചാ പോരാ, വെറുതെ മരിച്ചാ പോരാ, പിന്നെ എങ്ങനെ മരിക്കണമെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വെറുതെ മരിച്ചാ പോരാ, പെങ്ങളെ വെറുതെ മരിച്ചാ പോരാ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നീ മുസ്ലിമായിട്ടേ മരിക്കാവോ, നീ മുഅ്മിനായിട്ടേ മരിക്കാവോ. അതാ നിന്റെ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിക്കുകയാണ്. അവസാനം നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വന്നു. ആ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന സമയം അവസാനമായിട്ട് നീ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് അല്ലാഹു തന്ന നാവ് കൊണ്ട് ഈ അവസാനമായിട്ട് പറയേണ്ട വാചകമേതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ ശഹാദത്ത് കലിമ പറഞ്ഞിട്ടേ മരിക്കാവോ. വെറുതെ മരിക്കല്ലേ, വെറുതെ മരിക്കല്ലേ. നീ ശഹാദത്ത് കലിമ പറഞ്ഞിട്ടേ മരിക്കാവോ. അത് പറഞ്ഞാ നീ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അത് പറഞ്ഞിട്ടാണ് നീ മരിക്കുന്നതെങ്കിൽ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഖസിക അനിന്നാർ വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അവനാണ് വിജയിച്ചവൻ, അവനാണ് വിജയിച്ചവൻ. എടാ, ഈ ദുനിയാവിന്റെ മുകളിൽ ജീവിക്കുമ്പോ ഇവിടെ വിജയിച്ചിട്ട് കാര്യമില്ല, ഇവിടെ നാട്ടുകാര് നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ടത് എപ്പോഴെന്നറിയുമോ? എവിടെയാണ് വിജയിക്കേണ്ടതെന്നറിയുമോ? കഴിയുമെങ്കിൽ നീ തെളിയിച്ച് കാണിക്ക്, വിജയിക്കാൻ കഴിയുമെങ്കിൽ നീ വിജയിച്ച് കാണിക്ക്. എപ്പോഴാ വിജയിക്കേണ്ടതെന്നറിയോ? ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം പറയുന്ന, ഏത് പാതിരാത്രി വിളിച്ചു ചോദിച്ചാൽ, ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനറിയാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. ഏത് മുതുകുടിയന് പോലും പറയാനറിയുമല്ലോ. നിസ്കരിക്കാൻ അറിയാത്തവനും ഖുർആൻ ഓതാൻ അറിയാത്തവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനറിയുമല്ലോ. ഈ പറയാനറിയുന്ന നിന്റെ ജീവിതത്തിൽ നല്ല ഓർമ്മയുള്ള ഈ ദിക്ർ നിന്റെ നാവ് കൊണ്ട് അവസാനമായിട്ട് ഒരേ ഒരു പ്രാവശ്യം നീ പറഞ്ഞാൽ നീ രക്ഷപ്പെട്ടു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മരിക്കുമ്പോ വെറുതെ മരിച്ചാ പോരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ട് മരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇത് പറയുമ്പോ എന്റെ മുന്നിലിരിക്കണ വാപ്പ ചിന്തിക്ക, ഇത്രേ
ഇത്രയേ ഉള്ളൂ. കാരണം നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, ഖുർആൻ പഠിച്ചവന് സ്വർഗമുണ്ട്, സദക്ക കൊടുത്തവന് സ്വർഗമുണ്ട്, പള്ളി കെട്ടിക്കൊടുത്തവന് സ്വർഗമുണ്ട്. എല്ലാവർക്കും സ്വർഗമുണ്ട്, ഉണ്ടെന്നാ പറഞ്ഞു. സ്വർഗമുണ്ട്, സ്വർഗമുണ്ട്, സ്വർഗമുണ്ടെന്നാ പറഞ്ഞു. എന്നാൽ ഒരാൾ മരിക്കുന്ന സമയം ഷഹാദത്ത് കലിമ പറഞ്ഞു മരിച്ച അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു, ഉറപ്പായി കഴിഞ്ഞു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇത് പറയുമ്പോ നമ്മളിൽ പലരും വിചാരിക്കണത് ഇത്രയേ ഉള്ളൂ, നമ്മളെ കൊണ്ട് പറ്റും ഇല്ലേ? ഏതുറക്കത്തിൽ ചോദിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. എല്ലാവർക്കും അറിയുന്ന ഒരു ദിക്റാ. ഉസ്താദേ എത്ര വട്ടം പറഞ്ഞിരിക്കുന്നു ഞാൻ, നിങ്ങൾ ഇപ്പോഴും പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം. ഞാനെങ്കിലും ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ഇത്ര പറയാൻ എളുപ്പമാണെങ്കിൽ എന്തിനാ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇത് ഓർമ്മിപ്പിക്കുന്നത്? ഒരാള് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ആ മനുഷ്യന്റെ ചാരത്ത് പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കൊടുക്കണം. ആര്? ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആള്. ഏറ്റവും കൂടുതൽ മക്കളിൽ ആരെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം അവര് വേണം പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കൊടുക്കണേ എന്ന് മുത്തുനബി പറഞ്ഞു, ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു. എന്തിനാ ഓർമ്മിപ്പിക്കണം? നിനക്ക് അറിയണ ദിക്റല്ലേ? നമ്മളൊക്കെ വല്ലപ്പോഴും പള്ളിയിൽ വന്നിട്ട് കാക്ക കൊത്തണ പോലെ കൊത്തിയിട്ട് ഇറങ്ങി ഓടണ നമ്മൾ വിചാരിച്ചിരിക്കണത്, ഓ പറ്റുമല്ല, താടി ഇങ്ങനെ പിടിച്ചു വലിക്കുക പറ്റും, പടച്ചവനെ താടിയുണ്ട്, തഴമ്പുണ്ട്, ഹജ്ജിന് പോയിട്ടുണ്ട്, ഉംറയ്ക്ക് പോയിട്ടുണ്ട്, പള്ളിയിലെ ഇമാമാണ്, പ്രവാചകനാണ്, കമ്മറ്റിക്കാരനാണ്, കാരുണ്യ പ്രവർത്തനം നടത്തുന്നവനാണ്, കയ്യിൽ ലായിലായില്ല അടിച്ചു നടക്കുന്ന താത്തായാണ്, എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് നമ്മളങ്ങ് ഉറപ്പിച്ചു. നമ്മളങ്ങ് ഉറപ്പിച്ചിരിക്കാൻ നമ്മൾ ഈമാനോട് കൂടിയ മരിക്കൂ എന്ന് ആരാ പറഞ്ഞേ? അള്ളാന്റെ ഖുർആൻ ഒന്നും എടുത്തു നോക്കാത്തതിന്റെ സഹോദര, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, കൊച്ചാപ്പാടെ പേരല്ല ഞാൻ പറഞ്ഞത്, ഒരു നബിയുടെ പേരാ പറഞ്ഞത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹനെ ആരാധിക്കാൻ ഒരു പള്ളി കെട്ടി, കഅബാലയം. അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി പരിശുദ്ധമായ ഒരു കഅബാലയം, ഒരു പള്ളി കെട്ടി. ലോകത്തെ ആദ്യത്തെ പള്ളി, അതും അള്ളാന്റെ അർശിന്റെ നേരെ താഴെ ഒരു പള്ളി കെട്ടി. പള്ളി കെട്ടുന്നതിനേക്കാളും വലിയ പുണ്യമില്ല. പള്ളിയുടെ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ വിളിച്ചു. എന്നിട്ട് വാപ്പയും മകനും കൂടെ പള്ളി കെട്ടിക്കൊടുത്തിട്ട് അള്ളാഹുവിനോട് പറയുകയാ, അള്ളാഹുവെ നീ ഇത് സ്വീകരിക്കണേ അല്ലാഹ്. അള്ളാഹുവെ ഒരു പള്ളി കെട്ടി പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ. രണ്ടാമത്തെ ചോദ്യം എന്തെന്നറിയോ? അല്ലാ നീ ഈമാനോടുകൂടി മരിപ്പിക്കണേ അല്ലാ. ഇബ്രാഹിം നബിക്ക് ആ ഉറപ്പില്ലായിരുന്നു. കഅബാലയത്തിൽ ചെല്ലുമ്പോ ഇബ്രാഹിം നബിയെ എന്തൊക്കെ ഇബ്രാഹിം നബി നമുക്ക് മറക്കാൻ പറ്റുമോ? ആ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോലും അള്ളാഹുവിനോട് പറയുകയാ, അല്ലാ പടച്ചവനെ ഈമാനോടുകൂടി മരിപ്പിക്കണേ അല്ലാ. ആമീൻ പറയണ ആരാ? ആമീൻ പറയുന്നതാരാ? പ്രസവിച്ച ഉടനെ ചോര കുഞ്ഞുമായി കിടക്കുന്ന ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, ഹാജറ ഒരുങ്ങ്, മകനെ എടുത്തോളാൻ പറഞ്ഞു. മകനെയും ഭാര്യയെയും വിളിച്ചുകൊണ്ട് സഫാ മർവ എന്ന് പറയുന്ന രണ്ട് മലകൾക്ക് നടുവിൽ പോയിട്ട് ഒരു മനുഷ്യൻ, ഒരു പറവ പോലും ഇല്ലാത്ത ആ മരുഭൂമി എന്ന് പറയുന്ന കൊടും കാട്ടിൽ കൊണ്ടുപോയിട്ട് പ്രസവിച്ച ഭാര്യയെയും ചോര കുഞ്ഞിനെയും ഇറക്കി വിട്ടിട്ട് കഴിക്കാനുള്ള ഈത്തപ്പഴവും വെള്ളവും കൊടുത്തിട്ട് ഇബ്രാഹിം നബി അങ്ങ് പോയി. ഭാര്യ ചോദിച്ചു, നിങ്ങൾ എവിടെ പോവാ? ഒന്നും മിണ്ടണില്ല. അവസാനം ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നിങ്ങളുടെ തീരുമാനമാണോ അതോ അള്ളാഹുടെ തീരുമാനം? അള്ളാഹുടെ തീരുമാനം. എന്നാ പൊക്കോ. അതാ പെണ്ണ്. ഭർത്താവ് മരിച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് നെഞ്ചിതടിക്കലല്ല. ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, അള്ളാഹുടെ തീരുമാനമാണോ നിങ്ങളുടെ തീരുമാനമാണോ? അള്ളാഹുടെ തീരുമാനം. എന്നാ പിന്നെ ധൈര്യമായിട്ട് പൊക്കോ, തിരിഞ്ഞു പോലും നോക്കണ്ട, റബ്ബ് നോക്കിക്കൊള്ളും. പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി തിരിച്ചു വന്നു മോനെ കാണാൻ. മകനെ കാണാമെന്നു, മകനോട് സ്നേഹം. ചരിത്രം പറയുന്നു തന്റെ മകനോട് വല്ലാത്ത സ്നേഹം. എവിടെ പോയാലും വാപ്പയുടെ കൈ പിടിച്ചിട്ട് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും നടക്കൂ, വാപ്പയും മോനും. അപ്പൊ മകനോടുള്ള സ്നേഹം കൂടിയപ്പോ അള്ളാഹ് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തു. അവിടെ നറുത്തു കൊടുക്കാൻ പറഞ്ഞു. ഒരു ദിവസം 11 വയസ്സ് പ്രായമുണ്ട് ഇസ്മായിൽ നബിക്ക്. ഇസ്മായിൽ നബിക്ക് 11 വയസ്സ് പ്രായമുള്ളപ്പോ ഒരു ദിവസം രാവിലെ വാപ്പ വന്നിട്ട് മോനോട് ചോദിക്കുക, മോനെ, അവിടെ നിന്ന് ഖുർആൻ പറയുന്നുണ്ട്, മകനോട് ചോദിച്ചു, മോനെ വാപ്പ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, മോനെ അറുത്തു കൊടുക്കാൻ അള്ളാഹ് പറഞ്ഞിരിക്കുകയാ, എന്താ മോന്റെ അഭിപ്രായം? 55 വയസ്സുകാരനോടല്ല ചോദിച്ചത്, 11 വയസ്സുള്ള ഒരു മകനോട്. എന്താ മോനെ നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കണ്ണ് തെള്ളിപ്പോയി മോന്റെ മറുപടി കേട്ടിട്ട്.
ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറഞ്ഞത് വാപ്പാ എന്താണോ ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹ്. അല്ലാഹ് എന്താണോ പറയണ ചെയ്തേക്ക്. അല്ലാഹ് എന്താണോ പറഞ്ഞത് വാപ്പ അനുസരിച്ചോ ചെയ്തോ. ഇതാ മകൻ, നിങ്ങൾ പഠിക്കുക. നമ്മുടെ മക്കളും നമ്മൾ പഠിക്കേണ്ട മക്കളെ വളർത്തേണ്ടത് ഇങ്ങനെ. ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹ്. അപ്പ അറക്കാൻ പറഞ്ഞ അറുത്തു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ കാര്യം തീരുമാനം ഇൻഷാ അല്ലാഹ് അറുത്തു കൊടുക്ക്. വാപ്പായും മകനും കൂടെ കുളിച്ചൊരുങ്ങി പുതിയ വസ്ത്രവും ധരിച്ചിട്ട് അറക്കാൻ പോവാ. അറക്കാൻ പോകുന്ന വഴിയിൽ മകൻ വാപ്പായോട് പറഞ്ഞു കൊടുക്ക, ഉപ്പ അറുക്കുന്ന സമയത്ത് എന്റെ കൈയും എന്റെ മുഖം എന്റെ കഴുത്ത് തിരിച്ചു വെക്കണം. വാപ്പ എന്നെ അറുക്കുന്ന സമയം എന്റെ മുഖം തിരിച്ചു വെച്ചിട്ട് വേണം അറക്കാൻ. അതെന്തേ മോനെ? ഉപ്പാൻ എന്റെ മുഖം കണ്ട അറക്കാൻ പറ്റൂല. എന്റെ മുഖം കണ്ട എന്റെ ഉപ്പാൻ അറക്കാൻ പറ്റൂല. അതുകൊണ്ട് എന്റെ മുഖം തിരിച്ചിട്ടിട്ട് വേണം വാപ്പച്ചി അറക്കാൻ. ഇസ്മായിൽ നബി പറയുകയാ, എന്റെ കയ്യും കാലും കെട്ടണേ വാപ്പ. എന്തിനാ മോനെ? ഉപ്പ കഴുത്തിൽ കത്തി വെച്ചിട്ട് അറുക്കുമ്പോ എനിക്ക് വേദനിക്കാതെ ഞാൻ പിടഞ്ഞ ഉപ്പാടെ കൈ വിറയ്ക്കും. ഞാൻ കൈകാലിട്ട് അടിച്ച ഉപ്പയ്ക്ക് അറക്കാൻ പറ്റൂല. അതുകൊണ്ട് എന്റെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് വേണം ഉപ്പച്ചി അറക്കാൻ. ഇസ്മായിൽ നബി പറഞ്ഞു കൊടുക്കുന്നു, വാപ്പ എന്റെ ഉടുപ്പ് ഊരണേ, എന്റെ വസ്ത്രം ഊരിയിട്ട് വേണം അറക്കാൻ. എന്തിനാ മോനെ? ഉമ്മ കുളിപ്പിച്ചിട്ട വസ്ത്രമല്ലേ, ഇതിനകത്ത് ബ്ലഡ് പറ്റിയ എന്റെ ഉമ്മയ്ക്ക് സഹിക്കൂല. എന്റെ ഉമ്മ ഈ പുതിയ ഉടുപ്പിനകത്ത് ബ്ലഡ് പറ്റിയിട്ട് ഉമ്മ കണ്ട ഉമ്മയ്ക്ക് വേദനയാ. നാലാമത് പറയുന്നു, വാപ്പാ എന്നെ കുളിപ്പിച്ചു ഒരുക്കി വിട്ട ഉമ്മാനോട് പറയണം സ്വർഗത്തിൽ വെച്ച് കാണാന്ന് ഞാൻ പറഞ്ഞു. അള്ളാന്റെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു എന്ന് പറയണമെന്ന് പറഞ്ഞ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഈ മകനും കൂടെ ആയിരുന്നു ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള മരണം തരണേ അല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആനിന്റെ മറ്റൊരു ഭാഗം നോക്കി. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ രാജസിംഹാസനത്തിലേക്ക് കേറുമ്പോ യൂസുഫ് നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅവീലിൽ ഹദീസ്. പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, അവിടെന്ന് മൂസ ഈസ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, തവഫനി മുസ്ലിമാ, തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാ, എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാ. യൂസുഫ് നബി ദുആ ചെയ്യുകയാ. യൂസുഫ് നബി കുറപ്പില്ലായിരുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, രണ്ട് പിതാക്കന്മാർ, രണ്ട് പ്രവാചകന്മാർ തന്റെ മക്കളോട് വസിയത്ത് ചെയ്യുകയാ. വവസാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയാക്കൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, മുസ്ലിമായിട്ടേ മരിക്കാവോ, മുസ്ലിമായിട്ടേ മരിക്കാവോ. അവർ കുറപ്പില്ലായിരുന്ന സഹോദരാ. എന്തിനാ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ, അതിരാത്രി സുജൂദിൽ കിടന്ന് കരയുകയാണ്. ആയിഷാ ബീബി റളിയല്ലാഹു തആല പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ കരയുന്ന കരച്ചിൽ കേട്ടിട്ട് ഞെട്ടിയുണരുകയാണ്. എന്തിനാ മുത്തുനബി കരയുന്നത്? ആയിഷാ ബീബി റളിയല്ലാഹു തആല നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുകയാ. എന്തോ പറഞ്ഞുകൊണ്ടാണ് കരയുന്നത്, എന്തോ പറഞ്ഞുകൊണ്ടാണ് കരയുന്നത്. അല്ലാഹുവേ, ആയിഷാ ബീബി അടുത്തേക്ക് ചെല്ലുകയാ. അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ അടുത്തേക്ക് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് എന്ത് പറഞ്ഞിട്ടെന്നറിയോ? യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. ആയിഷാ ബീവി റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ,
ഉറപ്പില്ലേ നബിയേ? അങ്ങയ്ക്കും ഉറപ്പില്ലേ നബിയേ? ഈമാനോട് കൂടി മരിക്കുമെന്ന് ഉറപ്പില്ലേ നബിയേ? ആയിഷ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്തെന്നറിയോ? മൂലിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന പട്ടം പോലെയാ. കാറ്റടിച്ചാൽ എങ്ങോട്ട് വേണമെങ്കിലും പറക്കുമല്ലോ, എങ്ങോട്ട് വേണമെങ്കിലും പറക്കാമല്ലോ. എന്താ ചിന്തിക്കാത്തത്? ഒരുപാട് ചരിത്രങ്ങൾ പഠിച്ചവനല്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നല്ലോ. ജീവിച്ചിരുന്ന കാലം മുഴുവനും മുസ്ലിമായി ജീവിച്ചിട്ട് അവസാനം കാഫിറായി ചത്തുപോയ എത്ര പേരുണ്ട് ചെറുപ്പക്കാരാ? മുസ്ലിമായി ജീവിച്ച് അവസാനം കാഫിറായിട്ട് മരിച്ചുപോയി എത്ര പേരുടെ ചരിത്രം നിനക്ക് വേണം? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്രയോ പേര് അള്ളാഹുവിനെ മറന്ന് നടന്നിട്ട് അവസാനം മരിക്കുമ്പോ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ഈമാനോടുകൂടി മരിച്ച എത്ര പേരുണ്ട്? എന്തേ പഠിക്കാത്തെ? എന്താ ഞാനും നിങ്ങൾ മനസ്സിലാക്കാത്ത? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ ചരിത്രം നമുക്കറിയാം. അസ്വഹാബി കന്നുജൂം, ഏത് സഹാബത്തിനെ പിൻപറ്റിയാലും സ്വർഗ്ഗത്തിൽ പോകുമെന്ന. അപ്പൊ അങ്ങനെയുള്ള സ്വഹാബികളിൽപ്പെട്ട സ്വഹാബിയാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബി അൽഖമർ റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി തങ്ങളുടെ കയ്യിൽ പിടിച്ചു മുസാഫഹത്ത് ചെയ്തു. പ്രവാചകന്റെ പുറകിൽ നിന്ന് നിസ്കരിച്ചു. പ്രവാചകൻ വഅ്ള് പറയുന്നത് കേട്ടു. പ്രവാചകൻ ദുആ ചെയ്യുമ്പോ ആമീൻ പറഞ്ഞ സഹാബിയ സഅലബ. പള്ളിയുടെ മാടപ്രാവെന്ന ഇരട്ടപ്പേരെന്നല്ല വിളിപ്പേര്. സ്വഹാബികൾ വിളിച്ചിരുന്നു പള്ളിയുടെ മാടപ്രാവ്. അങ്ങനത്തെ സഹാബി. ഈ സഹാബി അവസാനം മരിച്ചത് കാഫിറിനെ പോലെ ചത്തുപോയി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വളരെ മോശമായ രീതിയിൽ മരിച്ചുപോയി എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഒരു മനുഷ്യന്റെ, ഒരു മഹാനിന്റെ ചരിത്രം പറയുന്നു. ബല്ലാഗ് ബിൻ ബാവൂറ സാധാരണ ആളൊന്നുമല്ല. അള്ളാഹുവെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന അർശ് നോക്കി പാഠമെടുക്കുന്ന ആൾ, അസ്മാഉൽ ഹുസ്ന കാണാതെ പറയാൻ അറിയുന്ന ആൾ, അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ദുആ സ്വീകരിക്കുന്ന മഹാൻ, പട്ടിയെ പോലെ ചത്തുപോയത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, എപ്പോഴാണ് മനുഷ്യന്റെ മനസ്സ് മാറുന്നതെന്നറിയില്ല. കടം കേറി 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 തൂങ്ങുന്നവരുണ്ട്. രോഗം വന്നിട്ട് മനസ്സമാധാനമില്ലാതെ ചാവുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരെയും എന്നാൽ അള്ളാഹുവിനെ മറന്ന് കമല സുരയ്യ എന്ന് പറയുന്ന, മാധവിക്കുട്ടി എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. നമുക്കൊക്കെ അറിയാം. അവരുടെ കഥകളും അവരുടെ നോവലുകളും വായിച്ച നാണം തോന്നും. കാരണം അത്രയ്ക്കും സെക്സ് രീതിയിലാണ് അവർ കഥ എഴുതുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ ദീനിലേക്ക് പരിഭാഷ വായിച്ചവർ കടന്നു വന്നു. ഇന്നും പാളയം പള്ളിയിൽ പോകുമ്പോൾ കാണാം അവരുടെ കബറിടം. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കുമാറാകട്ടെ. ഇതുപോലെ എത്രയോ പേര് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാക്ഷികളായി. ഞാൻ പറഞ്ഞു വന്നത്, ഈമാനോടുകൂടിയേ മരിക്കൂ എന്ന് ഈ തഴമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തഴമ്പുള്ളതിന്റെ പേരിൽ, താടിയുള്ളതിന്റെ പേരിൽ ഇങ്ങനെ മരിക്കൂ എന്ന് ഉറപ്പിക്കരുത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഈമാനോടുകൂടി മരിക്കണമെങ്കിൽ വല്ലാത്ത പ്രയാസമാ. ഈമാനോടുകൂടി മരിക്കണമെങ്കിൽ വല്ലാത്ത പ്രയാസമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈമാനുള്ള മരണം കിട്ടണമെങ്കിൽ വല്ലാത്ത കഷ്ടപ്പാടാ സഹോദരാ. ഈമാനുള്ള മരണം കിട്ടണമെങ്കിൽ വല്ലാത്ത കഷ്ടപ്പാടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഈമാനോടുകൂടിയുള്ളവര് നല്ല മരണം വേണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കൂ. അല്ലാഹു പറയുന്നതനുസരിച്ച് കൊണ്ട് ജീവിക്കൂ. അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കല്ലോ. അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കല്ലോ. അല്ലാഹു പറയുകയാണ്, ഈമാനുള്ളവര് മരണം വേണോ? അതിനുള്ള എളുപ്പ വഴി എന്തെന്നറിയുമോ? വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നിനക്ക് നമസ്കരിക്കാൻ കഴിയുമോ? പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കാൻ കഴിയുമോ? പെങ്ങളെ കഴിയുമോ? പൊന്നുമോളെ, 5 വഖത്ത് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ വീടിന്റെ അകത്ത് നിസ്കരിക്കാൻ കഴിയുമോ? അങ്ങനെ നീ നിസ്കരിച്ചാൽ
ആഖിബത്തുൽ തഖ്വാ. അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാന്റെ ഖുർആൻ പറയുകയാ, ഞാൻ പറയുന്നതനുസരിച്ച് നീ ജീവിക്ക്, 5 നേരം നീ നിസ്കരിക്ക്, നിനക്ക് ഞാൻ നല്ല മരണം തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് പറയുന്ന ഒരു കാര്യവും നമ്മൾ അനുസരിക്കാൻ തയ്യാറല്ല. അള്ളാഹു പറയുന്നത് നമ്മൾ അനുസരിക്കണില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു പറയുന്നത് അനുസരിക്കാതെ വരുമ്പോൾ അള്ളാഹ് പറഞ്ഞിട്ട് കേൾക്കാത്തവനെ അള്ളാഹു പാഠം പഠിപ്പിക്കും. അതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഉമ്മത്ത് വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാ കടന്നു പോകുന്നത്. ഇപ്പൊ കേരളത്തിലെ ഹലാലാണ് ചർച്ച. എല്ലാം കഴിഞ്ഞു. ഇപ്പൊ അവസാനം എല്ലാം കഴിഞ്ഞിപ്പോ ഹലാല് ജിഹാദിൽ വന്നിരിക്കുക. സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ കോമഡി തോന്നുന്നത്, TV ചാനലിൽ കയറി ഇരുന്നിട്ട് ചർച്ചയ്ക്ക് പോയിരിക്കുന്ന ആ സാധനം ഒരുത്തനുണ്ടല്ലോ, ചർച്ചയിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ പഠിച്ചവനെ. അപ്പൊ ഈ TV ചാനലിന് അവതാരക ചോദിക്കും, എന്താണ് ഈ ഹലാൽ എന്ന് പറഞ്ഞ? ആ പാപം കടന്ന് ഉരുളുന്ന ഉരുളിച്ച ഒന്ന് കാണണം. എടാ എന്താടാ ഹലാല്? ഹലാല് അത് ജിഹാദ്, തീവ്രവാദം എന്ന ഈ പൊട്ടൻ ഏറ്റവും കുറഞ്ഞത് ഹലാൽ എന്താണെന്ന് പോലും പഠിച്ചിട്ടില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത്, നമ്മൾ ഇതിന് മറുപടി ഒന്നും പറയരുത്. നമ്മുടെ നാട്ടുകാർ, പഴയ ആൾക്കാർ പറയും, ശത്രുവിന്റെ ഉപദ്രവം ചില സമയത്ത് ഉപകാരമാകുമെന്ന്. അതിന് വേറെന്തോ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്. നമ്മുടെ കൊല്ലം ജില്ലക്കാർ പറയും, ഞാനത് എന്തോ ഓർമ്മയില്ല. പഴയ ആൾക്കാർ പറയണത്, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയേണ്ടത് ഞാൻ പറയുന്നില്ല. ശത്രുവിന്റെ ഉപദ്രവം ചില സമയത്ത് ഉപകാരമാകും. ഇവന്മാരെല്ലാരും കൂടെ എല്ലാം എടുത്തിട്ടിട്ട് ഇപ്പൊ പപ്പടം ഹലാല, പപ്പടം ജിഹാദായി, ശർക്കര ജിഹാദായി, എല്ലാം ജിഹാദ് തന്നെ പോട്ടെ. ഈ ഹലാൽ എന്ന് പറയുന്ന ഈ വിഷയം എടുത്ത് ചർച്ചയ്ക്കിട്ടപ്പോ ഉണ്ടായ ഒരു നല്ല ഗുണം എന്തെന്നറിയോ? ഒരുപാട് പേര് ഈ ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു. അതാ മനസ്സിലാക്കേണ്ടത്. ഇന്ന് വരെ ഏതെങ്കിലും ഒരു ഹൈന്ദവനായ സഹോദരൻ, ഒരു ക്രിസ്ത്യാനിയായ സഹോദരൻ അവന്റെ അടുത്ത് ഹലാൽ ചോദിച്ചാൽ ഓൻ വായും തുളഞ്ഞിരിക്കും. ഇപ്പൊ പോയി ചോദിക്കേ, അവര് എന്താണ് ഹലാല്, എന്താണ് ഹറാമ്, അവര് പഠിച്ചു. അപ്പൊ അവർ പഠിക്കാൻ ഒരു കാരണമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഹലാല് എന്ന് ഇപ്പൊ ചാനൽ ചർച്ചയിൽ കയറി ഇരുന്നിട്ട് ഓരോ ആൾക്കാർ പറയണ കേൾക്കുമ്പോ കൊതി തോന്നുകയാ. പക്ഷെ നമുക്ക് എന്താണെന്നറിയാവും ഹലാല്. മുസ്ലിമീങ്ങളായി നമുക്ക് ഹലാലും അറിയത്തില്ല, ഹറാമും അറിയത്തില്ല. നമ്മളതാ ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇറച്ചി തിന്നരുത്, മുസ്ലിം പറയത്രേ നമുക്കറിയത്തുള്ളൂ. കാനാട കാര്യം മാത്രമേ നമുക്കറിയത്തുള്ളൂ, വേറെ ഒന്നും നമുക്കറിയില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒന്നോർത്താ സത്യം തന്നെയാണ്. നേരെ കരുനാഗപ്പള്ളിയിലോ അല്ലെങ്കിൽ ഓച്ചിറയിലോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ടൗണിൽ പോയിട്ട് കടയിൽ പോയി ഹോട്ടലിൽ പോയിട്ട് പറയും, 4 ശവായി 2 തന്തൂരി 1 അൽഫഹം, ചുട്ടതും പൊരിച്ചതും കറുത്തതും. ആരാപ്പാ ചോദിക്കണേ? എന്തെങ്കിലും നമ്മൾ ചോദിക്കാറുണ്ടോ? നമ്മൾ പോകും, പേടിക്കും, കൊണ്ടുവന്നിരുന്ന് മൂക്കുറ്റ അടിക്കും, അത്ര തന്നെ. എന്നാൽ ഒന്നിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കൂല. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മുസ്ലിമിന്റെ കടയിലും ഹലാലെന്ന് എഴുതി വെക്കാറില്ല. ഉണ്ടോ? മാർക്ക് തന്നെ പരിചയമാണ്. എന്റെ പ്രിയപ്പെട്ടവര്, നമ്മൾ ചിന്തിക്ക്, ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ കടയുടെ മുന്നിൽ ഹലാലെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം എന്തേ? അവൻ ഹലാലെ തിന്നാവൂ, അവൻ ഹലാലെ കൊടുക്കാവൂ. അത് മുസ്ലിമിനാണെങ്കിലും അമുസ്ലിമിനാണെങ്കിലും ഹലാലായ ഫുഡ് മാത്രമേ ആർക്കും കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അവൻ അല്ലാഹുവിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് എഴുതി വെച്ചിരിക്കുന്നത് പാവപ്പെട്ടവന്മാരാ. അവന്റെ വയറ്റത്തടിക്കാനുള്ള പരിപാടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ശർക്കരയുടെ പേര് പറഞ്ഞ് ശർക്കര ഉണ്ടാക്കുന്നവനെ തെരഞ്ഞു പോയപ്പോ കണ്ണീ കൂടെ പൊന്നീച്ച പറന്നു തീർന്നു. അത് കഴിഞ്ഞ് ഗൾഫിലേക്ക് അയക്കുന്ന ഹലാല്, അതിന്റെ പേര് തപ്പിയിട്ട് അതിന്റെ മുതലാളിയെ തെരഞ്ഞപ്പോ ആ ചർച്ചയും തീർന്നു. പപ്പടം ഇപ്പൊ തുപ്പലായി, വാരലായി, എന്തൊക്കെയായി. അല്ലാഹു ഈമാൻ, സത്യം പറഞ്ഞ സങ്കടം തോന്നി ഇവരുടെ അവസ്ഥ കണ്ടിട്ട്. അല്ലാഹു ഈമാൻ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ ചിരിക്കാൻ പറഞ്ഞതല്ല, എന്തുകൊണ്ടാണ് നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്തെന്നറിയോ? ഈ ശത്രുക്കൾ എല്ലാ ഭാഗത്തുകൂടെയും നമ്മളുടെ നെഞ്ചത്ത് കയറാനുള്ള കാരണം, നമ്മൾ അല്ലാഹു പറഞ്ഞാൽ കേൾക്കത്തില്ല. അപ്പൊ പിന്നെ അല്ലാഹു നമ്മളെ നന്നാക്കും. അല്ലാഹു നമ്മളെ നന്നാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹു പറയുന്നതനുസരിച്ച് ജീവിക്കാൻ നോക്കുക. 5 നേരം നിസ്കരിക്കുക. ഇവിടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ ഈ നാട്ടിലെ ഒരൊറ്റ ആണിനും വീട്ടിൽ നിസ്കരിക്കാൻ പറ്റൂല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വഅദ് കേൾക്കാൻ വന്ന ഇത്രയും പേര് ജുമുഅയ്ക്ക് പോലും ഉണ്ടാവും. നമ്മൾ ചിന്തിക്കും, നമുക്കും ഇവിടെ ഈ പള്ളിയുടെ പരിസരത്ത് കിടക്കുന്ന ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്, പള്ളിയുടെ പരിസരത്ത് കിടക്കുന്നവന് പള്ളിയിലെ നിസ്കാരമുള്ളൂ.
അപ്പൊ ഒരു സഹാബി ചോദിച്ചു, ഈ പള്ളിയുടെ അയൽവാസി എന്ന് പറഞ്ഞ ആരാ? പള്ളിയുടെ അയൽവാസികൾക്ക് പള്ളിയിലെ ജമാഅത്തായി നിസ്കാരമുള്ളൂ. പള്ളിയുടെ അയൽവാസി ആരാ? ബാങ്ക് വിളിക്കണ ശബ്ദം എവിടെ വരെ കേൾക്കുന്നുണ്ടോ, നിന്റെ വീട്ടിൽ കേൾക്കുന്നുണ്ടോ, നീ വീട്ടിൽ നിസ്കരിച്ചിട്ട് കാര്യമില്ല, പള്ളി വരണം. ബാങ്കിന്റെ ശബ്ദം ആരുടെയൊക്കെ വീട്ടിൽ കേൾക്കുന്നുണ്ടോ അവര് മുഴുവനും പള്ളിയിൽ വന്നിട്ടേ നിസ്കരിക്കാൻ പറ്റൂ. സഹോദരിമാര് നോക്കിക്കേ, നിസ്കരിക്കാത്ത പെണ്ണുങ്ങളില്ല, എല്ലാം നിസ്കരിക്കും. എപ്പോ? ഈ പെണ്ണുങ്ങളോട് ചോദിക്കണം, നിങ്ങൾ ളുഹർ നിസ്കരിക്കണത് എപ്പോഴാണ്? ളുഹർ നിസ്കരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മീനും വെട്ടി പച്ചക്കറി അരിഞ്ഞ് സാമ്പാറും വെച്ച് ചോറും വെച്ച് സർവ്വതും തിന്ന് കുളിച്ചു ഒരുങ്ങി സമയം കിട്ടിയ വൈകുന്നേരം പോയിട്ട് നിസ്കരിക്കും, അസറിന് തൊട്ട് മുമ്പ്. ഇന്ന സലാത്ത കാലത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. പിന്നെ എന്തിനാ ആമിന ളുഹറിന് 12:30 ബാങ്ക് വിളിക്കണേ? 3 മണിക്ക് വിളിച്ചാ പോരെ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അലസന്മാരാ. നിസ്കാരത്തെ കുറിച്ചൊന്നും പറയില്ല. നമ്മുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ശൈത്താൻ തന്നെ ആലോചിക്കുക, ഇവ എന്താ അള്ളാ ചെയ്യുന്നത് പഠിച്ചവനെ. പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നത് കണ്ട ശൈത്താന് തന്നെ ചിരി. നമുക്കറിയില്ല, ഓടി ഇങ്ങോട്ട് വരും, ഇങ്ങനെ കെട്ടി അള്ളാഹ് പടച്ചവൻ എന്തൊക്കെയാ. ഇങ്ങോട്ട് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബിയുടെ കഥ പറയാ. മുത്തുനബി നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിനക്ക് അള്ളാനെ പേടിയില്ലേടാ? എന്തിനാ ചോദിച്ചെന്നറിയോ? താടിയിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചു നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോ, നിസ്കരിച്ചു കൊണ്ടിരുന്ന സമയത്ത് താടിയിൽ ഇങ്ങനെ ഒന്ന് പിടിച്ച സഹാബിയോട് ചോദിക്കാൻ, നിനക്ക് അള്ളാനെ പേടിയില്ലയോ? നമ്മളോട് എന്ത് ചോദിക്കണം? നമ്മളോട് എന്ത് ചോദിക്കണം? എടാ ഞാൻ പറയോ, ഒരാള് നിസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് എഴുന്നേക്കുമ്പോ, ഇനിയെങ്കിലും പഠിച്ചോ, ഒരാള് നിസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് എഴുന്നേക്കുമ്പോ ഒന്നിയിൽ അവൻ സ്വർഗത്തില് അല്ലെങ്കിൽ അവൻ നരകത്തില്. ഒരാള് നിസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് എഴുന്നേക്കുമ്പോ മലക്ക് കയ്യെ പിടിച്ചിട്ട് പറയും, നീ സ്വർഗത്തിന്റെ അവകാശിയാ, നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, നീ പൊക്കോ, മരിച്ച സ്വർഗത്തിലാ, പറഞ്ഞുവിടും. മറ്റൊരുത്തനോട് പറയും, എടാ നശിച്ചവനെ, എടാ സർവ്വതും കൊണ്ട് കളഞ്ഞല്ലോടാ നഷ്ടപാളി, നീ നരകത്തില, നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, അടുത്ത വഖത്തിന് മുമ്പ് തൗബ ചെയ്യാതെ തീർന്ന നീ തീർന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോ ഇങ്ങനെ പറയുന്ന മലക്ക്. അപ്പൊ ഒരൊറ്റ വഖത്ത് നിസ്കാരം മതി സ്വർഗത്തിൽ പോകാൻ. 50,000 ഒന്നും വേണ്ട. നിസ്കരിക്കേണ്ട രീതിയിൽ ഒരു വഖത്ത് നിസ്കരിച്ചാൽ മതി. നിസ്കാരം എന്തെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സുബഹി നിസ്കരിച്ചു കൊണ്ടിരിക്കുക, പള്ളിയിലെ ഇമാമ. അന്ന് സുബഹിക്ക് ഉമർ തങ്ങൾ നിസ്കരിക്കുക, ഫാത്തിഹ ഓതി സുബഹിക്ക് ഓതുന്ന സൂറത്ത് ത്വാഹ. അല്ലാഹുവേ, നമ്മുടെ പള്ളിയിലെ ഖത്തീബങ്ങാണ് ഒരു വലിയ സൂറത്ത് ഓതി, അവളുടെ രംഗം ആലോചിച്ച് നോക്കി. നമ്മുടെ പള്ളിയിലെ ഉസ്താദന്മാരെങ്ങാനും ഒരു വലിയ സൂറത്ത് ഓതിയ പുറകെ നിന്നിട്ട് മതി നിർത്താൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സൂറത്ത് ത്വാഹ ഓതിയിട്ട് നിസ്കരിച്ചു. നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോഴാ ഒരുത്തൻ വാള് പിടിച്ചുകൊണ്ട് കടാരയുമായി പള്ളിക്കകത്ത് കയറി വന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടിവയറ്റിലേക്ക് കത്തി അങ്ങ് കയറ്റി. ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് കത്തി കയറ്റി, വീണ്ടും വീണ്ടും കുത്തി. എന്നിട്ട് ഈ മനുഷ്യൻ ഇറങ്ങി പോകുമ്പോ ആ പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരുന്ന 7 പേരെ കുത്തി താഴെയിട്ടു. എന്നിട്ട് അവൻ ലൈവായിട്ട് ഇറങ്ങിപ്പോയി. പക്ഷെ ആ പള്ളിക്കകത്തിരുന്ന ഒരൊറ്റ മനുഷ്യൻ കൈപോലും അഴിച്ചില്ല. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യത്തിന്റെ ഭരണാധികാരിയാ. അടിവയറ്റിന് കുത്തുകൊണ്ടിട്ട് ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ ഒഴുകുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇമാമിന്റെ രക്തമാണ് ഒഴുകുന്നത്. തന്റെ ചാരത്ത് നിസ്കരിച്ചു കൊണ്ടിരുന്ന എത്രയോ സ്വഹാബികൾ പിടഞ്ഞു താഴെ വീണു. ഒരാള് പോലും ആ കെട്ടിയ കൈയടിക്കുകയോ ഓടുകയോ ചലിക്കുകയോ ചെയ്തില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവസാനം നിസ്കരിക്കാൻ പറ്റാതെ വന്നപ്പോൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പുറകെ നിൽക്കണ ആരെങ്കിലും കയറി നിൽക്കാൻ, പുറകെ നിൽക്കണ ആരെങ്കിലും കയറി നിൽക്കാൻ. ചരിത്രം പറയുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണെന്ന് തോന്നുന്നു. ആരോ പഠിച്ചവൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു നേരെ മുന്നിലേക്ക് കയറി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പിടഞ്ഞു താഴെ വീണു.
പെടഞ്ഞ് താഴെ വീണു. തന്റെ കാലിന്റെ ചുവട്ടിൽ കിടന്ന് പിടയുമ്പോൾ ആ സ്വഹാബി നിന്ന് നിസ്കരിക്കുകയാ. കാരണം എന്തേ? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവിനോട് പറയുന്നു, പടച്ചവനെ സർവ്വതും നിനക്കുള്ളതാ അല്ലാ. എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ സർവ്വതും നിനക്ക്. നീയാ അല്ലാ എനിക്ക് ഏറ്റവും വലുത് എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടാ നമ്മൾ കൈകെട്ടണത്. അതുകൊണ്ട് അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതിനാ നിസ്കാരം എന്ന് പറയാ. ഇതിനാണ് നിസ്കാരം എന്ന് പറയാ. പടച്ചവനെ ഒരു മഹാന്റെ ചരിത്രം പറയുന്നു. ഒരു മഹാൻ, ഒരു സഹാബിയുടെ ചരിത്രം പറയുന്നു. കാലിന്റെ ഒരു വിരല് പഴുത്തു. കാലിന്റെ വിരല് പഴുത്തു. വൈദ്യന്മാര് വന്നിട്ട് പറഞ്ഞു, ഇത് മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറും. മഹാനവറുകൾ പരിഗണിച്ചില്ല. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു, കാലിന്റെ കാൽപ്പത്തി മുഴുവനും പഴുത്തു. ഡോക്ടർമാര് പറഞ്ഞു, ഇപ്പം മുറിച്ചു മാറ്റിയാൽ കാൽപ്പത്തി മുറിച്ചു മാറ്റാം, ഇല്ലെങ്കിൽ മുകളിലേക്ക് കയറും. മഹാനവറുകൾ സമ്മതിച്ചില്ല. അവസാനം കാലിന്റെ മുകളിലേക്ക് പഴുപ്പ് കയറി. വൈദ്യന്മാര് പറഞ്ഞു, മുട്ടിന്റെ ഭാഗം വെച്ച് മുറിക്കണം, ഇനി മുകളിലേക്ക് കയറിയാൽ പിന്നെ അര വെച്ച് വെട്ടി മുറിക്കേണ്ട വരും. അവസാനം മഹാനവറുകൾ അവിടെ നിന്ന് കാല് മുറിക്കാൻ സമ്മതിച്ചു. അങ്ങനെ വൈദ്യന്മാര് മുഴുവനും കള്ളു കൊണ്ടുവന്നിട്ട് കയ്യിൽ കൊടുത്തു കുടിക്കാൻ. കള്ളു കൊണ്ടുവന്നിട്ട് മഹാനായ സഹാബിയുടെ കയ്യിൽ കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനവറുകൾ ചോദിച്ചു, എന്തിന് ഞാൻ ഇത് കുടിക്കുന്നത്? തങ്ങളെ, ഇത് കുടിച്ചു കഴിഞ്ഞാൽ കാല് വെട്ടി മുറിക്കുമ്പോ വേദന അറിയാതിരിക്കാനാ. മഹാനവറുകൾ ചോദിച്ചു, അതിന് കള്ളു കുടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടാം, പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് വെട്ടിക്കൂ. ഞാൻ നിസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടാം, കഴിയുമെങ്കിൽ എന്റെ കാല് മുറിച്ചോ. എന്റെ പ്രിയമുള്ളവരെ, മഹാനവിടന്ന് നമസ്കരിക്കാൻ വേണ്ടി ഉളവെടുത്തിട്ട് കൈകെട്ടുകയാണ്. അവിടന്ന് ഫാത്തിഹ ബോധി. അല്ലാഹുവേ, സൂറത്തുൽ മുസമ്മിൽ ഓതുകയാ. അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. സൂറത്തുൽ മുസമ്മിൽ ഓതിയിട്ട് ഇങ്ങനെ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോ വൈദ്യന്മാര് കടന്നു വന്നു. നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സ്വഹാബിയുടെ കാലങ്ങ് വെട്ടുകയാ. അല്ലാഹുവേ, അവിടത്തെ കാലങ്ങ് വെട്ടി മുറിച്ചു. സുബ്ഹാനല്ലാഹ്. ഒരു മരുന്നും കൊടുത്തില്ല, ഒരു മയക്കവും നടത്തിയില്ല. പടച്ചവനെ, പച്ചയായ മനുഷ്യന്റെ കാലങ്ങ് വെട്ടിമുറിക്കുകയാ. പൈപ്പ് പൊട്ടിയിട്ട് വെള്ളമൊഴുകുന്നത് പോലെ കാലിൽ നിന്ന് രക്തമൊഴുകുകയാ. പടച്ചറപ്പേ, മഹാനവറുകളെ നമസ്കാരത്തിലാ. അവിടത്തെ കാല് വെട്ടി മുറിച്ചതറിഞ്ഞില്ല. രക്തമിങ്ങനെ ഒഴുകുകയാണ്. അല്ലാഹ് തിളപ്പിക്കുകയാ. പടച്ചവനെ, രക്തം നിൽക്കാനുള്ള എളുപ്പവഴി എന്തെന്നറിയുമോ? സൈതന്നെ തിളപ്പിക്കുകയാണ്. സൈതന്നെ തിളപ്പിച്ചിട്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മുറിച്ച കാലുണ്ടല്ലോ, തിളച്ച എണ്ണയ്ക്കകത്ത് മുക്കുകയാ. അറിഞ്ഞില്ല ബാപ്പാ. തിളച്ച എണ്ണ കൊണ്ടുവന്ന് കാലിൽ മുക്കിയിട്ട് ആ സ്വഹാബി അവിടെ അറിഞ്ഞില്ല. അവസാനം തന്റെ ശരീരത്തിൽ നിന്ന് രക്തമിങ്ങനെ പോയി തളർന്ന ബോധം കെട്ട് താഴെ വീഴുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിനാണ് നിസ്കാരമെന്ന് പറയുന്നത്. ഇതുപോലെ നിസ്കരിക്കുന്നവനാണ് അല്ലാഹു ഈമാനുള്ള മരണം കൊടുക്കാമെന്ന് പറഞ്ഞത്. ഈ നിരന്നിരിക്കുന്ന 50, 40, 30 വയസ്സ് മുതൽ പ്രായമുള്ളവര്, 40, 50, 60 വയസ്സ് വരെ പ്രായമുള്ള ബാപ്പാ, നെഞ്ചത്ത് കൈവച്ചിട്ട് നീ ഒന്ന് ചിന്തിക്കൂ. നിന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു റക്അത്ത് നീ നിസ്കരിച്ചിട്ടുണ്ടോ? 40 കൊല്ലം 50 കൊല്ലം നിസ്കരിച്ച ഉമ്മ, ഇതുപോലെ ഒരു വഖ്ത് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് പറയാ നിനക്ക് ധൈര്യമുണ്ടോ? അതുകൊണ്ടാ പറഞ്ഞത്, ഉറപ്പിക്കല്ലേ. റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, സഹാബ, ചെയ്തു വെച്ചിരിക്കുന്ന സൽക്കർമ്മങ്ങൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളാരും നെളിയല്ലേ.
അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് എന്റെ നഫ്സിനോടും പറയാൻ പറ്റുന്നത്. പ്രസംഗിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട്, തിരിച്ചു കൊടുക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട്, നിസ്കരിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട്, ആലിമാണെന്ന് പറഞ്ഞിട്ട്, ഖുർആൻ പഠിച്ചവനാണെന്ന് പറഞ്ഞിട്ട്, ഈമാനോടുകൂടിയേ ഞാൻ മരിക്കൂ എന്ന് ഉറപ്പിക്കല്ലേടാ സിറാജ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരു എളുപ്പവഴി പറഞ്ഞു തരാ. പൈസ ചെലവില്ല, കഷ്ടപ്പാടില്ല, പ്രയാസമില്ല, ഉറക്കമൊഴിയണ്ട. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈമാനുള്ള മരണം വേണോ? ഈമാനുള്ള മരണം വേണോ? എല്ലാരും അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുവേ സ്വർഗ്ഗം തരണേ അല്ലാ, സമ്പത്ത് തരണേ അല്ലാ, ജോലി തരണേ അല്ലാ, വീട് തരണേ അല്ലാ, മക്കളെ തരണേ അല്ലാ, സ്വാലിഹത്തായ ഇണയെ തരണേ അല്ലാ. എല്ലാരും അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്തു വേണമെങ്കിലും നിന്റെ റബ്ബിനോട് ചോദിക്കൂ. നിന്റെ റബ്ബാരെന്നറിയോ? എന്ത് ചോദിച്ചാലും തരാൻ കഴിവുള്ളവനാ. അതുകൊണ്ട് സഹോദരാ, എല്ലാം ചോദിച്ചു കഴിയുമ്പോ ഒന്നുകൂടെ ചോദിക്കണേ, അല്ലാഹുവേ അല്ലാഹുവേ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. എപ്പോ ദുആ ചെയ്താലും അല്ലാഹുവിനോട് പറയണം, ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബി അലാ ദീനിക, സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹുവിനോട് നീ ദുആ ചെയ്യണം. അല്ലാഹുവേ ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന അല്ലാ, എന്റെ ഈമാൻ, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട 6 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നീ മുസ്ലിമായിട്ടേ മരിക്കാവൂ, നീ മുസ്ലിമായിട്ടേ മരിക്കാവൂ. അല്ലാഹുവേ അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്താ? ജീവിതത്തിൽ പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. നമ്മളൊക്കെ ഒരുപാട് പാപം ചെയ്തവരാണ്. കണ്ണുകൊണ്ട് കണ്ടത് പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് പാപമാണ്, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാണ്, കൈ കൊണ്ട് പിടിച്ചത് പാപമാണ്, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലെ പാപമാണ്. ഓരോ ദിവസവും കോടാനി കോടാനി പാപം ചെയ്യുന്നവരാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, മരണം വരുന്നതിന് മുമ്പ്, അസ്റായിലിനെ കാണുന്നതിന് മുമ്പ്, അസ്റായിലിനെ കാണുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ടേ മരിക്കാവൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാ, എല്ലാവരും പാപം ചെയ്യുന്നവരാ, പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. ആദമിന്റെ സന്തതികൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എല്ലാവരും പാപം ചെയ്യുന്നവരാ, പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. എല്ലാവരും പാപം ചെയ്യും, എല്ലാവരും പാപം ചെയ്യുന്നവരാ. എന്തെങ്കിലും ഒരു തെറ്റ് ജീവിതം, എല്ലാവരും ജീവിതത്തിൽ തെറ്റ് ചെയ്യുന്നവരാ. തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല.
എല്ലാവരും ജീവിതത്തിൽ പാപം ചെയ്യുന്നവരാ. പക്ഷേ പാപം ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവൻ തൗബ ചെയ്യുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കള്ളു കുടിച്ചോ പേടിക്കണ്ട, വ്യഭിചരിച്ചോ പേടിക്കണ്ട, പലിശ തിന്നോ പേടിക്കണ്ട, നീ എന്ത് ചെയ്താലും പേടിക്കണ്ട. നീ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും നിനക്കൊരു പേടി വേണ്ട. എന്തിനാ നീ ഭയപ്പെടുന്നേ? ഒരു സ്വഹാബി, ഒരു ചെറുപ്പക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാൻ ഒരു തെറ്റ് ചെയ്തു, അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങി, പിന്നെയും ഞാൻ ചെയ്തു, എന്ത് ചെയ്യണം? നിങ്ങൾ ആരെങ്കിലും ഒരു ചെറുപ്പക്കാരൻ കള്ളു കുടിക്കുന്ന സ്വഭാവമുണ്ടോ? അവൻ അള്ളാഹുവിന്റെ മുന്നിൽ പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ കള്ളു കുടിക്കില്ല അല്ല. പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഒരുത്തം വിളിക്കുന്നു, അളിയവാ ഫ്രീ ആയിട്ട് മേടിച്ചേരാൻ. പോയി കുടിച്ചു, എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. പിന്നെയും കുടിച്ചു, പിന്നെയും തൗബ ചെയ്യണം. പിന്നെയും കുടിച്ചു, പിന്നെയും തൗബ ചെയ്യണം. പിന്നെയും കുടിച്ചു, പിന്നെയും തൗബ ചെയ്യണം. ഏതുവരെ? ഇബ്ലീസ് തന്നെ പറയണം, ഇനി ഇവനെ കുടിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് തോറ്റു മാറുന്നത് വരെ നീ തൗബ ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ശൈത്താൻ തന്നെ പറയണം, ഇനി ഇവനെ പിഴപ്പിച്ചിട്ട് കാര്യമില്ല. അതങ്ങനെ ചില കാര്യങ്ങൾ അങ്ങനെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരിക്കൽ പള്ളി കയറി പോകുമ്പോ സുബഹിക്ക് പള്ളി വെച്ച് കാണുന്ന ഒരു രംഗം, സുബഹിക്ക് പള്ളിയിൽ വെച്ച് കാണുന്ന ഒരു രംഗം, ഉറങ്ങിക്കിടക്കുന്ന ഒരു ഒരു മനുഷ്യന്റെ അടുക്ക പോയിട്ട് ഇബ്ലീസ് പോയിട്ട് പറയുന്നുടാ, മോനെ എഴുന്നേറ്റ് നിസ്കരിക്കടാ. ഉറങ്ങിക്കിടക്കുന്ന ഒരു പള്ളിക്കകത്ത് കിടന്ന് ഉറങ്ങുന്ന ഒരാളെ പോയിട്ട് ഇബ്ലീസ് വിളിച്ചിട്ട് പറയുന്നു, എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത്ഭുതമായി. കാരണം ശൈത്താൻ ഒരാളെ നിസ്കരിക്കാൻ വിടത്തില്ലല്ലോ, നേരെ തിരിച്ചല്ലേ ചെയ്യാ. അപ്പൊ ചോദിച്ചു, എന്തിനാ നീ പോയി വിളിച്ചുകൊണ്ടെത്തിയത്? ആ സമയത്ത് ഇബ്ലീസ് പറയും, ഇന്നലെ ഞാൻ ഇവനെ ഉറക്കി, ഇന്നലെ ഇവനെ ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാതെ ഉറക്കി. ഇവനാണെങ്കിൽ ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും ഒരുപാട് നിസ്കരിക്കുകയും ഒരുപാട് ഖുർആൻ ഓതുകയും ചെയ്തു. അത് നിസ്കരിക്കാത്ത ഇവനെ ഉറക്കിയത് കൊണ്ടല്ലേ. അപ്പൊ ഏറ്റവും നല്ലത് ഇവൻ നിസ്കരിക്കുവാണെങ്കിൽ അത് മാത്രമല്ലേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് വിളിച്ചു വിട്ടേ. ശൈത്താൻ അങ്ങനെ നമ്മളെ കൊണ്ട് നല്ല കാര്യം ചെയ്യാൻ അവൻ സമ്മതിക്കൂല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്ലീസ് തന്നെ തോക്കണം. ഇവന്റെ കൂടെ നടന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് തോറ്റു പോകുന്നത് വരെ തൗബ ചെയ്യണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു പേടിയും വേണ്ട, ഒരു ഭയവും വേണ്ട. എത്ര വലിയ പാപം ചെയ്താലും അള്ളാഹ് പുറത്തു തരും. അതാ അള്ളാഹ്. കള്ളുകുടിയൻ പുറത്തു കൊടുത്തില്ലേ? എത്രയോ കൊലപാതകൾക്ക് 100 കൊല ചെയ്ത ഒരു ചങ്ങാതി, നിങ്ങൾ ചരിത്രം പഠിച്ചവരല്ലേ, 99 പേരെ കൊന്നപ്പോഴാ ഓന് ബോധം വന്നേ, അള്ളാഹ് ഞാൻ ചെയ്യുന്നത് തെറ്റാണല്ലോ, 99 പേരെ ഞാൻ കൊന്നല്ലോ അല്ല. വലിയ വിഷമം തോന്നി. ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ചങ്ങാതി വരുന്നു, ഒരു കാക്ക വരുന്നു, കാക്ക ഞാൻ 99 പേരെ കൊന്നു, അല്ല എനിക്ക് പുറത്തു തരുവോ? പോടാ മാറി, അല്ല നിനക്ക് പുറത്തു തരൂല, കൊലപാതകി. നിങ്ങൾ മനസ്സിലാക്കേണ്ട 2 ഉദാഹരണം ഇതിനകത്തുണ്ട്, പഠിച്ചോ. 99 പേരെ കൊന്നിട്ട് പോകുമ്പോ റോഡിൽ കൂടെ വരുന്ന കാക്കാടുത്ത് വെച്ച്, കാക്ക ഞാൻ 99 പേരെ കൊന്നു, അല്ല എനിക്ക് പുറത്തു തരുമോ? ഓൻ പറഞ്ഞു, പോടാ മാറി, പൊരുത്തപ്പെടൂല, അല്ല പുറത്തു തരൂല. എന്നാ പിന്നെ 100 തികച്ചു, ഓനെ കൂടെ കൊന്നു, 100 ആക്കി. അവനെയും കൂടെ കൊന്നിട്ട് മുന്നോട്ട് നടന്നു പോയപ്പോ ഒരു ഉസ്താദ് വരിക. ഉസ്താദും മനസ്സിലായി